എല്ലാവർക്കും നമസ്കാരം. മാത്വി ലേണിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 അവസാന നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അപ്രതീക്ഷിതമായി നമുക്ക് കിട്ടിയ ഒരു പരീക്ഷയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. നോട്ടിഫിക്കേഷനിൽ കാറ്റഗറി നമ്പർ 741/2024 അതാണ് നമ്മുടെ ഈ ഒരു പരീക്ഷ. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആണ്. ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. എല്ലാ ജില്ലകളിലും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വാക്കൻസീസ് ആണ് ഉള്ളത്. സ്കെയിൽ ഓഫ് പേ ഒക്കെ അത്യാവശ്യം നല്ല സ്കെയിൽ ഓഫ് പേ ആണ്. ഇതിൻ്റെ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും പറ്റില്ല. ചില പ്രത്യേക ഡിഗ്രി, അതായത് ഇപ്പോൾ എക്കണോമിക്സ് ഡിഗ്രി ഉള്ളവർ, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഡിഗ്രി ഉള്ള ആളുകൾ, അതുപോലെ കൊമേഴ്സിൽ ഡിഗ്രി ഉള്ള ആളുകൾ, സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിഗ്രി ഉള്ള ആളുകൾ, ഇവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് നോക്കണം. 19 മുതൽ 36 വരെ സാധാരണ PSC പരീക്ഷകളിൽ വരുന്ന അതേ ഏജ് ലിമിറ്റാണ് ഇതിലും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. പിന്നെ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ബാച്ചിലർ ഡിഗ്രി ഇൻ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് ഓർ കൊമേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇത് വരുന്ന എല്ലാവർക്കും, ഈ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, കൊമേഴ്സ് വരുന്ന എല്ലാ ആളുകൾക്കും, ഡിഗ്രി വരുന്ന എല്ലാ ആളുകൾക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 1 ടൈം രജിസ്ട്രേഷൻ ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29-ാം തീയതിയാണ്, ജനുവരി 29-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. ഇനി എന്താണ് ഇതിൻ്റെ സിലബസ് എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയവും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാവും. കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന സിലബസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അതായത് 39/2020 എന്ന് പറഞ്ഞൊരു പരീക്ഷയാണ് ലാസ്റ്റ് നടന്നത്. അതിൻ്റെ കാറ്റഗറി നമ്പർ ഇതായിരുന്നു. 2021 ഈ പരീക്ഷ നടന്നത്. അതിൻ്റെ സിലബസിൽ ഉണ്ടായിരുന്ന സബ്ജക്ട്സ് നമുക്ക് പറയാം. 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. എക്കണോമിക്സ് വന്നിരുന്നു. എക്കണോമിക്സിൻ്റെ മൊഡ്യൂൾ 1 4 മാർക്ക്, മൊഡ്യൂൾ 2 4 മാർക്ക്, പിന്നെ മൊഡ്യൂൾ 3 4 മാർക്ക്, 4 4 മാർക്ക് ആൻഡ് 5 4 മാർക്ക്. 5 മൊഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. 5 മൊഡ്യൂൾ 4 മാർക്ക് വീതം. അപ്പോൾ 20 മാർക്ക് എക്കണോമിക്സ് വന്നിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സിൻ്റെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. വളരെ ഡിഗ്രി ലെവൽ ബേസ് സിലബസ് ആണ്. ഡിഗ്രി എക്കണോമിക്സ് പഠിച്ച ആളുകൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള സിലബസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 20 മാർക്കിൻ്റെ എക്കണോമിക്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് 20 മാർക്കിന് ഉണ്ടായിരുന്നു. മൊഡ്യൂൾ 1 4, മൊഡ്യൂൾ 2 4 മാർക്ക്, മൊഡ്യൂൾ 3 4 മാർക്ക്, 4 4 മാർക്ക്, 5 4 മാർക്ക്. കോംപ്ലക്സ്, റിയൽ, ലീനിയർ ഓൾജിബ്ര, നമ്പർ തിയറി, ഓൾജിബ്ര, കാൽക്കുലസ്, ഇതാണ് മാത്സിൻ്റെ ടോപ്പിക്കുകൾ വന്നിട്ടുള്ളത്. ഡിഗ്രി ലെവൽ ടോപ്പിക്കുകളാണ് ഉള്ളത്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരീക്ഷ തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് മാത്സിൻ്റെ സിലബസ് 20 മാർക്കിൻ്റെ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നതും ഏകദേശം 20 മാർക്ക് തന്നെയാണ്. അപ്പോൾ അതിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, പ്രോബബിലിറ്റി തിയറി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ തിയറി വരുന്നുണ്ട്, എസ്റ്റിമേഷൻ വരുന്നുണ്ട്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, സാമ്പിളിംഗ് തിയറി, ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും പോർഷൻസ് ഒക്കെ വരുന്ന 20 മാർക്കിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും ഇതിനകത്ത് ഈ സിലബസിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് കൊമേഴ്സ് ആണ്. കൊമേഴ്സിനും ഇതേപോലെ തന്നെ 20 മാർക്കിൻ്റെ 4 യൂണിറ്റുകളാണ്, 4 മൊഡ്യൂളുകളാണ് വരുന്നത്. മൊഡ്യൂൾ 1 5 മാർക്ക്, സെക്കൻഡ് മൊഡ്യൂളിലും 5 മാർക്ക്, 5 5 അങ്ങനെ 4 മൊഡ്യൂളിൽ 5 മാർക്ക് വീതം വരുന്ന 4 മൊഡ്യൂളുകളാണ് കൊമേഴ്സിലും ഉള്ളത്. അപ്പോൾ 20 മാർക്ക് കൊമേഴ്സ്. അപ്പോൾ മാത്സ്, എക്കണോമിക്സ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കൊമേഴ്സ് 4 സബ്ജക്റ്റും 20 മാർക്ക് വെച്ച് 80 മാർക്കിൻ്റെ പോർഷൻസ് അവിടെ ആയിട്ടുണ്ട്. ഇനി വരുന്ന 20 മാർക്ക് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ വരുന്നതാണ്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ജനറൽ നോളജിൽ കൂടുതലും വരുന്നത് നമ്മുടെ
എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ റിനൈസൻസ് അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾ നോക്കേണ്ടത് വരും. ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ റിനൈസൻസിൽ ചോദിക്കും. ഫ്രീഡം മൂവ്മെൻറ്റ്സും റിനൈസൻസും ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത്. റിനൈസൻസ് ലീഡേഴ്സ് പഠിക്കണം, ലിറ്റററി വർക്കുകൾ പഠിക്കണം, വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച്, റിവോൾട്ട്സ് ആൻഡ് സ്ട്രഗിൾസ് ആൻഡ് റിവോൾട്ട്സ് പഠിക്കണം, ലിറ്റററി ഫിഗേഴ്സ് പഠിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ റിനൈസൻസ് നോക്കേണ്ടി വരും. പിന്നെ ജനറൽ നോളജിൽ വരുന്നത് കൂടുതലും കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. പിന്നെ സോഷ്യൽ വെൽഫെയർ ആൻഡ് ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ ആക്ടുകളും അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ അവിടെ ഉണ്ടാവുക. കറണ്ട് അഫയേഴ്സും നിങ്ങൾ നോക്കണം. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഡിഗ്രി ക്വാളിഫിക്കേഷൻ വരുന്ന ഈ ഒരു എക്സാമിന് ചോദിക്കുന്ന പോർഷൻസ്. അപ്പോൾ ഡിഗ്രി എക്കണോമിക്സ്, BSc എക്കണോമിക്സ്, BA എക്കണോമിക്സ്, BSc മാത്സ്, BSc സ്റ്റാറ്റിസ്റ്റിക്സ്, BCom, ഈ 4 ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മിസ്സാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് റെഡി ആവുക. ഇത് ജില്ലാ അടിസ്ഥാനത്തിലുള്ള പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജില്ലയാണോ ആ ജില്ലയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മാത്വി ലേണിംഗ് ആപ്പിൽ ഇതിൻ്റെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യും 11-ാം തീയതി മുതലാണ്, ജനുവരി 11-ാം തീയതി മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഓഫർ ഉണ്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ 8943921124 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അവസരം കളയാതെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.